പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സൂര്യ. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ സാക്ഷ്യം പറയാവുന്ന എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. സാക്ഷ്യം പറയാൻ വൈകിപ്പോയി. അതിന് മാതാവിനോട് ഞാൻ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു. കുഞ്ഞിന് 1 വയസ്സ് മുതൽ അഡിനോയിഡിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ഇടവിട്ടുള്ള പനി, എന്താ രോഗമെന്ന് ഒരു ഡോക്ടർമാർക്കും മനസ്സിലാകുന്നില്ല. പല ഹോസ്പിറ്റലിലും പോയി, എല്ലാ മാസവും ആൻറ്റിബയോട്ടിക്കാണ്, കുറേ ഇഞ്ചക്ഷൻസ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്താ രോഗമെന്ന് ആരോട് ചോദിച്ചാലും ഡോക്ടർമാർ പറയുന്ന അറിയില്ല, കണ്ടെത്തിയിട്ടില്ല, നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. 2022 ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. പല ഹോസ്പിറ്റലിലും കാണിച്ചിട്ടും അവർക്ക് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിച്ചോളാൻ പറയണേ. രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഓങ്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കാം. ഡോക്ടർ പറഞ്ഞു നമുക്ക് ബോൺ മാരോ ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ കുഞ്ഞായതുകൊണ്ട് എനിക്കതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡിനോയിഡ് സർജറി ചെയ്യേണ്ടി വരും, എല്ലാം കൂടിയും ഒരു 1.5 ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ കരുതണം, കുഞ്ഞിന് സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കയ്യിലെടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും കൂട്ടി ഇവിടെ ജോസഫച്ചനെ കാണാൻ വന്നു. അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പോക്കോ, കുഞ്ഞിനൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല, സർജറി വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2023 ജനുവരിയിലായിരുന്നു, 23-ാം തീയതി ആയിരുന്നു സർജറി പറഞ്ഞ്. 19-ാം തീയതി ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടു. 22-ാം തീയതി ഡോക്ടറെ അഡ്മിറ്റ് ആക്കാനായിട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോയിക്കോ, കുഞ്ഞിന് ഇപ്പോൾ സർജറി ചെയ്യാനുള്ള സമയമല്ല, വെയിറ്റ് ഇല്ല, അതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് മാതാവ് തന്നല്ലോ എന്ന് ഓർത്ത് ഇപ്പോഴും ഞാൻ നന്ദി പറയാം. പക്ഷേ ഇവിടെ വന്ന് നന്ദി പറയാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഞാൻ പലതവണ ഇവിടെ വന്നിരുന്നു, പക്ഷെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നില്ല. യാത്ര ചെയ്ത് വരുമ്പോൾ അവൾക്ക് വീണ്ടും വയ്യാണ്ടാവുമല്ലോ എന്ന് ഓർത്ത് അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നത്. പക്ഷേ എനിക്കത് കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റാതെ ഞാനിവിടെ നിന്ന് പോയത്. ഇപ്പോൾ 1 വർഷമായി. വീണ്ടും കുഞ്ഞിന് വീണ്ടും അസുഖങ്ങൾ, വീണ്ടും ഇതേപോലെ പനി, കൗണ്ട് ഹൈ ആയിട്ടിരിക്കുക, CRP, പ്ലേറ്റ്ലെറ്റ്, ESR എല്ലാം ഹൈ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും പല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി, വീണ്ടും അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അമൃത ഹോസ്പിറ്റലിൽ നേരത്തെ പോയിട്ടും കാര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും സാൻജോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു 7 ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിയട്ടെ എന്നിട്ട് വിടാം, നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 3 ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 7 ദിവസം കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങൾ അഡ്മിറ്റായതിനേക്കാളും കൗണ്ട് കൂടുതലായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യും, ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറിക്കോളാം, അല്ലെങ്കിൽ അമൃതയിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റില്ല, ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞാണെങ്കിൽ സിക്കായിക്കൊണ്ടിരിക്കുക, പനി വിട്ടു പോകുന്നില്ല, രാത്രി മുഴുവൻ സ്പഞ്ച് കൊടുക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാവശ്യം, മോള് തന്നെ രാത്രി എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട്, അമ്മയെ എന്നെ ഈശോപ്പ അടുത്ത് കൊണ്ടുപോകും, മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകും, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കൊണ്ടുപോവാം, ഇവിടെ നിന്നൊന്ന് വിട്ടാലല്ലേ പോകാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അന്നൊരു ചേച്ചീനെ ഞാൻ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നു. ആ ചേച്ചി മോളുടെ അടുത്ത് വന്ന് ഒത്തിരി നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ കുഞ്ഞിനെയും കൊണ്ട് 9 ചൊവ്വാഴ്ച കൃപാസനത്തിൽ പോവാമെന്ന് നീ പ്രാർത്ഥിച്ച് നേര്, അപ്പോൾ നിൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു മാതാവിൻ്റെ സ്റ്റിക്കർ പതിപ്പിച്ചു. അതിനുശേഷം എന്നെ വിടില്ല എന്ന് പറഞ്ഞ എൻ്റെ ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞ് പോയതായിരുന്നു. തിരിച്ച് വന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ തന്നെ റെഫർ ചെയ്ത് പൊക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത്രയും നേരം ഞാൻ കാല് പിടിച്ചോണം ചോദിച്ചിട്ടും വിടാത്ത ഡോക്ടർ എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ഈ കുഞ്ഞിന് ഇന്ന് വരെ ഒരു പനി പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ
അന്ന് രാത്രി ഞാൻ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയെങ്കിലും അവിടെ ഞങ്ങളെ 5 ദിവസം വീണ്ടും അഡ്മിറ്റാക്കി. 1 മുതലുള്ള എല്ലാ ടെസ്റ്റുകളും TB വരെ ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കി, എല്ലാം നെഗറ്റീവാണ്. 5 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. വീണ്ടും അവൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടായി. വീണ്ടും ജലദോഷം ആയതുകൊണ്ട് ഞങ്ങൾ വരാതിരുന്നേ. ഇപ്പോൾ അവളെയും കൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ വന്നു. ഇന്നലെയാണ് അവളുടെ ലാസ്റ്റ് ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് മാതാവിനെ എടുത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. ഇന്നലെ ഡോക്ടർ എനിക്ക് മെസ്സേജ് അയച്ചു, കുഞ്ഞിൻ്റെ എല്ലാ ടെസ്റ്റും നോർമലാണ്, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇത്രയും ഒരു വലിയ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുണ്ടായ എൻ്റെ മോളാണിത്. ഇനി രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ 2023 ഓഗസ്റ്റ് മാസം 24-ാം തീയതി എൻ്റെ വീട്ടിൽ, ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു, ആ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ വീടെല്ലാം കത്തി നശിച്ചു. ആ സമയത്ത് ഞാൻ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കുഞ്ഞ് റൂമിൽ കിടന്ന് ഉറങ്ങുന്നു, ഹസ്ബൻഡ് അടുക്കളയിലുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തീ കണ്ടില്ലായിരുന്നു, ഹസ്ബൻഡാണ് കണ്ടത്. ഹസ്ബൻഡ് ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ച് എന്നോട് പറഞ്ഞില്ല, തീ പിടിച്ചേക്കണ കാര്യം എന്നോട് പറഞ്ഞില്ല. അത് അണയ്ക്കാൻ നോക്കി. കുറച്ച് നേരം കഴിഞ്ഞാണ് ഞാൻ ഹസ്ബൻഡ് എന്തെങ്കിലും കുനിഞ്ഞിരിക്കണേന്ന് നോക്കിയപ്പോഴാണ് തീ കണ്ടത്. ആ സമയത്ത് തന്നെ ഞാൻ ഹസ്ബൻഡിനെ കയ്യെ പിടിച്ച്, നമ്മളെ മോളെ എടുക്കണ്ടേന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ഹസ്ബൻഡിനെ കയ്യെ പിടിച്ച് ഞാൻ വലിച്ച് അടുക്കള വഴി പുറത്തേക്ക് ഓടി. ഞാൻ അങ്ങനെ ഫ്രണ്ടിലെ ഡോർ തുറന്നിടാറില്ല, കാരണം ഒത്തിരി കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ അവിടെ ഏരിയ. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ അന്ന് എന്തോ ഒരു ദൈവാധീനത്തിന് അമ്മ അങ്ങോട്ട് ഇറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് ഡോർ അടയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ മോളെ എടുക്കാൻ പറ്റി. ഞാൻ പിന്നെ എൻ്റെ പുറകയിൽ ആരൊക്കെ ഉണ്ടെന്നൊന്നും ഞാൻ നോക്കിയില്ല. ഒറ്റ ഓട്ടത്തിന് മോളെ എടുത്ത് തോളിലിട്ട് ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിൽ വന്നപ്പോഴത്തേക്കും ഗ്യാസ് ഊറ്റി ബ്ലാസ്റ്റ് ചെയ്ത് വീട് മൊത്തം ഈ മച്ചായിരുന്നു. ആ മച്ചിലേക്ക് തീ പിടിച്ചിട്ട് എല്ലാം കത്തിപ്പോയി ഞങ്ങളുടെ. പക്ഷേ പ്രാർത്ഥനാ ബുക്കുകൾ, ബൈബിള് അങ്ങനെയുള്ളതൊന്നും കത്തിയില്ല. ബാക്കി ഞങ്ങളുടെ ഒരു തുണി പോലും കിട്ടാത്ത രീതിയിൽ എല്ലാം കത്തി, ഭിത്തി, കിടക്ക, കട്ടിൽ ഇതെല്ലാം കത്തിപ്പോയിട്ട് ആ സമയത്ത് എനിക്ക് കരച്ചിൽ വന്നില്ല. കാരണം ഒരു പോറൽ പോലും എൻ്റെ കുഞ്ഞിനെ ഏൽക്കാതെ, ഹസ്ബൻഡിനോ എനിക്കോ ഒന്നും ഏൽക്കാതെ ഞങ്ങളെ മാതാവ് രക്ഷിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അന്ന് ആ ആഴ്ചയിൽ തന്നെ ഞാൻ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. കാരണം ആ സമയത്ത് എൻ്റെ കുറച്ച് ഗോൾഡ്, കുഞ്ഞിൻ്റെ ഗോൾഡും അലമാരിയിൽ എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടെൻഷൻ്റെ ഇടയിൽ അത് എവിടെയാണെന്നോ, ആരെങ്കിലും ഒത്തിരി ആൾക്കാർ TV ന്യൂസെല്ലാം കണ്ട് വന്നു, വീട് സന്ദർശിക്കാൻ വന്നു, എവിടെയെങ്കിലും ആരെങ്കിലും കൈ കിട്ടിയിട്ടാണോ, അത് ആരും എടുത്താലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കൺമുന്നിൽ ഒന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ വന്ന് ബ്ലെസ്സിങ്സ് മേടിക്കാൻ വന്നായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കയറി കിടക്കാനായിട്ട് 1 മാസം വീട്ടിൽ നിന്നു, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നു. ഒരു വാടക വീടാണെങ്കിലും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയില്ല. കാരണം അത്രയും നാളത്തെ സമ്പാദ്യം മുഴുവൻ ഒന്നിച്ച് ഞങ്ങളുടെ കൺമുന്നിൽ കത്തിപ്പോയപ്പോൾ ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ 1 മാസം ഞാൻ പോയി നിന്നപ്പം വീട്ടുകാർക്കല്ല പ്രശ്നം, അയൽവക്കാർക്കായിരുന്നു. അവരെന്നെ കളിയാക്കലും ഇപ്പം കിട്ടിയില്ലേ എന്നൊക്കെയുള്ള ചോദ്യം ഞാൻ നടന്നു പോകുമ്പോഴൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനിവിടുന്ന് 6 കെട്ട് പത്രം, അന്ന് വന്ന് കയ്യിൽ കാശില്ല, ഫ്രണ്ട്സെല്ലാം സഹായിച്ചാണ് ഞങ്ങൾക്ക് പിരിവിട്ട്, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനും ഇതിന് വാങ്ങിക്കാനായിട്ട് പിരിവിട്ട് തന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ 6 കെട്ട് പത്രം ഞാൻ വാങ്ങിച്ചിട്ട് പോയി. ആലുവ ടൗണിൽ ചെന്ന് എല്ലാ വീടുകളിലും, ബസ് സ്റ്റാൻഡുകളിലെല്ലാം, കടകളിലും കയറി ഞാൻ കൊടുക്കുമ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. ഇതിനാണോ ഈ പത്രം കൊടുത്തിട്ട് നിനക്ക് എന്താ കിട്ടിയത്, നിൻ്റെ വീട് കത്തി നശിച്ചു പോയില്ലേ, ഇതാണോ നിനക്ക് അവിടെ നിന്ന് കിട്ടുന്ന കൂലി, ഇതിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ കടകൾ കയറി ഇറങ്ങുന്നതെന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. നിനക്ക് നാണാവത്തില്ലേ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി അവിടെ നിന്ന് വിട്ടിട്ടും ഞാൻ അവരോട് ദേഷ്യപ്പെടാനൊന്നും പോയില്ല. നിനക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഓഫർ വല്ലതും ഉണ്ടോ, നീ ഈ പത്രം കൊടുത്ത് അവർക്ക് എന്തെങ്കിലും അവിടെ നിന്ന് വല്ല ശമ്പളം നിനക്ക് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. എന്നെ കടകളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് വേണ്ടാന്നും പറഞ്ഞ്. അപ്പോഴൊന്നും എനിക്ക് അവരോട് ദേഷ്യപ്പെടാനൊന്നും ഞാൻ പോയില്ല. കാരണം
എൻ്റെ മുന്നിൽ ഇനി എനിക്ക് ആകെ ഒരു ആശ്രയം മാതാവ് മാത്രമേ ഉള്ളൂ എന്ന് പ്രാർത്ഥിച്ചാൽ അന്ന് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ ഇനി പറയും നീ ഇനി പോകണ്ട, എങ്ങും നീ ഇനി പത്രം കൊടുക്കാൻ പോകണ്ടെന്നേ പറയുള്ളൂ. അപ്പോൾ ഞാൻ ആ മാസം തന്നെ, ഒരു മാസം തികണതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു വാടക വീട് റെഡിയായി. ഇപ്പോഴും ഞങ്ങൾ വാടക വീട്ടിൽ തന്നെയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കുഞ്ഞിനുള്ള കഷ്ടപ്പാടുകൾ. നമ്മൾ പ്രാർത്ഥിക്കും തോറും സഹനങ്ങൾ കൂടുക എന്ന എനിക്ക് സഹനങ്ങൾ കൂടുതലാണ്. പക്ഷെ എന്നാലും നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മുടെ കൂടെ എന്ത് സഹനം വന്നാലും മാതാവ് ഉണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. അതുപോലെ എൻ്റെ മോൾക്കും ഉണ്ട്. മോളാണെങ്കിലും എപ്പോഴും ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് എനിക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് സ്ട്രോക്ക് വന്നതായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ അവളെ കൊണ്ടുവരാത്തത്. അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാറ്. ഇപ്പോൾ എനിക്ക് അവൾക്കും ആഗ്രഹമുണ്ടല്ലോ മാതാവിനെ കാണാനെന്ന് ഓർത്തിട്ട് ഞാൻ അവളെയും കൊണ്ട് തന്നെ വന്നത്. മാതാവ് തന്നെ എന്നെ അനുഗ്രഹിച്ചു. ഇവിടം വരെ ഒരു കുഴപ്പമില്ലാതെ ഇവിടം വരെ എത്തി എനിക്ക് വരാൻ സാധിച്ചു. ഇനിയും വരണം. പിന്നെ ഇനി അടുത്ത സാക്ഷി എന്ന് പറഞ്ഞാൽ അമ്മ, എനിക്ക് അച്ഛനില്ല. അച്ഛനെൻ്റെ ചെറുപ്പത്തിൽ 2.5 വയസ്സുള്ളപ്പോൾ മരിച്ചാണ്. അപ്പോൾ അമ്മയുടെ പേരിലുള്ള ഒരു വീടാണ്. അമ്മ അയൽക്കാർ അമ്മയുടെ പേരിലൊരു കള്ളക്കേസ് കൊടുത്ത് അമ്മേനെ പോലീസ് പിടിച്ച് കാശ് കൊടുക്കുന്നവർക്കാണ് അവരെ അവിടെ പോലീസ് വിടത്തുള്ളൂ. പക്ഷേ അമ്മയുടെ പേരിൽ അയൽവക്കുകാർ ഒത്തിരി കള്ളക്കേസ് കൊടുത്തിട്ടും അമ്മ സ്വന്തമായിട്ട് വാങ്ങിച്ച വഴിയാണ് അത്. ഞങ്ങൾക്ക് അവർ അനുകൂലമായി കിട്ടാൻ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒന്ന് നീട്ടി വെച്ചെങ്കിലും തരട്ടെ കേസ്. കാരണം എല്ലാ മാസവും വക്കീലിന് കൊടുക്കാൻ പൈസ ഇല്ല. എല്ലാവരും വിളിച്ച് പൈസ ഇത്ര അക്കൗണ്ടിലേക്ക് ഇട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമുക്ക് അനുകൂലമായിട്ട് ആരും പറയാനില്ല. കാരണം നമുക്ക് ചോദിക്കാനും ആരില്ല, നമുക്ക് ക്യാഷില്ല. അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഉപ്പും ലോക്കറ്റും ഈ വഴിയിൽ കൊണ്ടുപോയിട്ടു. ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അമ്മയോട് പറഞ്ഞു നമ്മുടെ വീടിൻ്റെ 4 മൂലയ്ക്കും അമ്മ ഇത് കൊണ്ടുപോയിടണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യിലും കൊടുത്തു. ഞാനും ചെയ്തു, ആരും കാണാതെ ചെയ്തു. പക്ഷേ അതിനുശേഷം ഞാൻ ഇപ്പോൾ വക്കീൽ ഞങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഇതുവരെ ഉള്ള വിധി. അതിനും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ 2022 അടുത്തൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ എനിക്ക് കിട്ടിയില്ല. കാരണം ഞാനവിടെ ഹോസ്പിറ്റലിൽ ചെന്നതാണ്. എല്ലാവർക്കും അറിയായിരിക്കും, സബൈൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നു. എനിക്ക് പെയിനായിട്ട് ഞാൻ ചെന്നതാണ്. തിരിച്ചെന്നോട് പറഞ്ഞു സമയമായിട്ടില്ല മോളെ, നീ പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടുകാരെ എന്നെയും എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. ഞാൻ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് IUD ആയി. 9 മാസം കഴിഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ ചെക്കപ്പിന് വേണ്ടി ചെന്നതാണ്. കുഞ്ഞ് പോയി എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. കുഞ്ഞ് ഡെത്തായിട്ട് 2 ദിവസമായിരുന്നു. എനിക്ക് തീരെ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആവണമെങ്കിൽ അഡ്മിറ്റ് ആയിക്കോ, കുഞ്ഞ് സമയമാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേ കുഞ്ഞ് പോയിരുന്നു. പക്ഷേ അപ്പോഴും ആ 2 ദിവസത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുഞ്ഞ് അകത്ത് കിടന്ന് മരിച്ചാൽ അത് അമ്മയ്ക്കും ദോഷമാണ്. എന്നാൽ എൻ്റെ ജീവൻ തന്നെ തിരിച്ച് കിട്ടിയത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകും, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ച് കിട്ടുമെന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു. പക്ഷേ ആരും കൊണ്ടുപോയില്ല. പക്ഷേ അതിൽ നിന്ന് ഞാൻ ഒരു കുഞ്ഞ് മരിച്ചു പോവാന്ന് പറയുമ്പോൾ അത്രയും ആ സമയം 9 മാസവും വരെ ഞാൻ നോക്കിയിട്ട് എൻ്റെ കുഞ്ഞ് മരിച്ചു വന്നാൽ ആ ദുഃഖം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ കുഞ്ഞിൻ്റെ മുഖമൊന്നും എടുക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു വിഷമത്തിൽ നിന്ന് മാതാവ് എനിക്ക് എല്ലാം സഹിക്കാനും ഇത് ഡോക്ടറോട് ഞാൻ ദേഷ്യപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ക്ഷമിച്ചു. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുക ചെയ്ത്. ഇനി എനിക്ക് എൻ്റെ മാതാവ് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സങ്കീർത്തനം 27:3 ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്.
ഈ മകളുടെ ജീവിതം കേൾക്കുമ്പോൾ എത്രത്തോളം ഈ സാധുവായ മകൾ അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുവെന്ന്, അമ്മ മാതാവ് എത്രത്തോളം കരുതലോടും കരുത്തോടും ഈ മകളെ നയിച്ചുവെന്ന് നാം മനസ്സിലാക്കുകയാണ്. ശരിക്കും സങ്കടങ്ങളുടെ പെരുമഴയാണ് മകൾ പറഞ്ഞതൊക്കെയും. ആദ്യത്തെ മോളുടെ ജനനവുമായി ബന്ധപ്പെട്ട് അവൾ ജനിച്ചു വീണ നാൾ മുതലുള്ള വലിയ രോഗാവസ്ഥകൾ, ആർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ആശുപത്രികളിലൂടെ കയറിയിറങ്ങുന്ന അവസ്ഥകൾ, അപ്പോഴൊക്കെയും അപകടപ്പെടുത്താതെ കുഞ്ഞിൻ്റെ ആരോഗ്യം തിരികെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ശരണത്തോടെ അമ്മ മാതാവിൽ ശരണപ്പെട്ട് പൂർണ്ണമായി പ്രാർത്ഥിക്കുന്ന കുടുംബം, അത് ഇന്ന് ആ കുഞ്ഞ് തുള്ളിച്ചാടി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പോറൽ പോലും ഇല്ലാതെ, സർജറി ഒന്നും ചെയ്യാതെ എല്ലാ പരിശോധനകൾക്ക് ശേഷവും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോൾ ഈ കുടുംബത്തിൻ്റെ വിശ്വാസത്തിന്, ഉടമ്പടി പ്രാർത്ഥനയിലുള്ള ഈ കുടുംബത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ദൈവം കൊടുത്ത അനുഗ്രഹമായി നാം അതിനെ തിരിച്ചറിയുന്നു. അവളുടെ കയ്യിൽ ആ വീട് ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൻ്റെ ചിത്രമുണ്ട്. അത് എത്ര ദയനീയമായ ഒരു അപകടമായിരുന്നുവെന്ന, ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു, സ്വരുക്കൂട്ടിയത് മുഴുവൻ നഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആരോടും പരാതിയില്ല, ദൈവത്തോടും കലഹമില്ല. ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ വീണ്ടും അമ്മ മാതാവിൽ ശരണപ്പെട്ട് സമർപ്പിച്ചുകൊണ്ട് സീറോയിൽ നിന്ന് തുടങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ അസാധ്യമായി ദൈവത്തിൽ ഒന്നുമില്ല. അവിടുത്തെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുമ്പോൾ അവിടുന്ന് അത് പുതുക്കി നിർമ്മിച്ച് തരുമെന്ന പ്രത്യാശയോടുകൂടി അവൾ ജീവിതത്തിൽ അമ്മയിൽ ശരണപ്പെടുന്നതാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അവൾ തെരുവിലും കടകളിലും കൊണ്ടുപോയി കൃപാസനത്തിൻ്റെ സാക്ഷ്യപത്രിക കൊടുക്കുമ്പോഴും അപഹസിക്കുകയും അപമാനിക്കുകയും അവളെ ചെയ്യുമ്പോഴും അവളുടെ മനസ്സ് കുലുങ്ങുകയോ ഈശോയുടെ അരികിൽ നിന്ന് കണ്ണുകൾ മാറുകയോ അമ്മ മാതാവിലുള്ള ശരണപ്പെടൽ കുറയുകയോ ചെയ്തില്ല. ഇതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുക. ജീവിതത്തിൻ്റെ ഏതൊരു വൈപരീത്യമുള്ള സാഹചര്യങ്ങളിലും എൻ്റെ ദൈവം എനിക്ക് മതിയായവൻ, അവിടുന്ന് ആത്യന്തികമായ വിജയവും സംരക്ഷണവും എനിക്ക് തരിക തന്നെ ചെയ്യുമെന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുന്നൊരു തീരുമാനവും നിലപാടും മകളുടെ ജീവിതത്തിൽ അത് നന്നായി ഉണ്ടായിരുന്നുവെന്ന്, അത് വേഗം ജീവിതം സാധാരണ നിലയിലേക്ക് കടന്നു വരുവാൻ അവളെ സഹായിച്ചുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒപ്പം അവൾ പറഞ്ഞു, വീടിനകത്ത് കരുതിയിരുന്ന സ്വർണം പോലും നഷ്ടപ്പെട്ടു, എനിക്കാരോടും പരാതിയില്ലെന്ന്. ഇതിൽ പരം ഹൃദയശുദ്ധിയുള്ള ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവമാണ് എല്ലാം, ഞാനിവിടെ എന്ത് നേടിയാലും അത് നഷ്ടപ്പെട്ടാൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതമില്ലെന്ന് പറയും വിധം അമ്മ മാതാവിലേക്ക് ജീവിതവും കുടുംബവും ചേർത്ത് വെച്ച മകളെയാണ് നാം കണ്ടത്. ഒടുവിൽ അവൾ പറഞ്ഞത് ദയനീയമായി അവളുടെ ഒരു മകൾ നഷ്ടപ്പെട്ട കഥയാണ്, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ജീവിതമാണ്. അത് അവൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന ആ പൈതൽ 9-ാം മാസത്തിൽ അവസാന ദിവസങ്ങളിൽ നഷ്ടപ്പെടുമ്പോഴും അവരുടെ വാക്കുകളിലൊരു പരാതിയോ ആരെയും കുറ്റപ്പെടുത്തുവാനോ ഒന്നുമില്ല. കാരണം അവൾ തന്നെ പറയുന്നു, എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഹൃദയത്തിലെ 9 മാസം ചുമന്ന് ഞാൻ പരിപാലിച്ച് വളർത്തിയ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴും ആ സങ്കടമെല്ലാം എടുത്തു മാറ്റിയെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഏതവസ്ഥയിലുമാവട്ടെ, ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ നമുക്കൊരു പുതിയ പ്രത്യാശ കൈമാറുന്നുണ്ട്. പരിശുദ്ധമ്മ മാതാവ് കാനായിലെ വിവാഹ വിരുന്നിൽ പങ്കുചേരുമ്പോൾ ഒന്നുമില്ലായ്മയിൽ വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നത് നാം കാണുന്നു. കുരിശിൻ ചുവട്ടിൽ അവൾ നിൽക്കുമ്പോൾ പൂർണ്ണമായ സങ്കടത്തിൽ ഒരു ശാന്തത കൊണ്ടുവരുന്നത് നാം കാണുന്നു. അമ്മയുടെ കരം പിടിച്ച് ജീവിതത്തിൽ നടക്കുമ്പോൾ അമ്മ നമുക്ക് കൈമാറുന്നത് ഈ ഹൃദയശാന്തതയും ദൈവാശ്രയത്വവുമാണ്. അതോടൊപ്പം വഴിത്തർക്കവും മാനുഷികമായി പരിഗണനയോ പരിഹാരവും ഇല്ലാതെ വരികയും സമ്പത്തിനൊപ്പം പണത്തിനൊപ്പം നിയമപാലകർ പോലും കൂട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവ് വഴിത്തർക്കം രമ്യമായി പരിഹരിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കുടുംബത്തിന് ഒരുക്കി കൊടുക്കുന്നു. ഇത് ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന സാക്ഷ്യവും ദൈവം മഹത്വപ്പെടുന്ന അവസരവുമാണ്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും പരിശുദ്ധമ്മ വഴി ഈശോനാഥനിലൂടെ ദൈവപിതാവിനെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് അർപ്പിക്കാം. ഈ കുടുംബത്തിൻ്റെ വേദനകളെ അകറ്റുകയും കൂടുതൽ തമ്പുരാൻ സംരക്ഷിച്ചവരെ നയിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും കരഘോഷത്തോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം.